ഇനി മുതൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ, ഇപ്പൊ മുതൽ ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ, ഇപ്പൊ വന്നേക്കുന്ന ദേവസ്വം നോട്ടിഫിക്കേഷൻസ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് ദേവസ്വം നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കാണും, പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ താഴേക്ക് വന്ന് കാണും, ഒരു പക്ഷെ അതൊക്കെ ആവിയായിട്ട് പോയിട്ടുണ്ടാവും. അവരെല്ലാം ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇനി മുതൽ പഠിച്ചു തുടങ്ങിയാൽ എനിക്ക് ഈ ജോലി കിട്ടുമോ? യെസ്, തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് ഇനി ഒരു റീസ്റ്റാർട്ട് വേണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഈ പറയാൻ പോകുന്ന 50 ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോടാം. എനിക്ക് ഉറപ്പുണ്ട് ഈ 50 ടോപ്പിക്കുകൾ നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കും. ഈ 50 ടോപ്പിക്കുകൾ ഒരു ഏണി പോലെ നിങ്ങളെ മെയിനിലേക്ക് എത്തിക്കും, അത് ഷുവർ ആണ്. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ള എല്ലാവരും എന്റെ കൂടെ കുടിക്കോ. ഇനി പറയാൻ പോകുന്ന 50 ടോപ്പിക്സ് പഠിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, അല്ലാതെ ഒരിക്കലും ചോദിക്കത്തില്ലാത്ത കുറെ ടോപ്പിക്കുകൾ പഠിച്ച് നിങ്ങളെ വിലപ്പെട്ട സമയം ഒരിക്കലും കളയരുത്, ആവശ്യമുള്ളത് മാത്രം. അപ്പൊ ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഫുൾ പരീക്ഷകൾ മൊത്തം അനലൈസ് ചെയ്തുകൊണ്ട് അവിടെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ തവണ വന്നത്, ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്, അതിനെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ 50 ടോപ്പിക്കുകൾ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ LD നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD എടുക്കുകയാണ്, അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഫസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ് കാണും, 20 മാർക്കായിരിക്കും. കാര്യം കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDയുടെ എക്സാം പാറ്റേൺ ഇങ്ങനെയായിരുന്നു, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു. കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD എടുത്താലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD എടുത്താലും ഒരേ ക്വാളിഫിക്കേഷൻ ആണ്, +2 ആണ് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കാണ്. IT വന്നിട്ട് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മലയാളം 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് 10 മാർക്കാണ്, മാത്സ് റീസണിങ് 10 മാർക്ക്, ദെൻ ബാക്കി GK 40 മാർക്കാണ്. അതിനകത്ത് 13 മാർക്ക് കറണ്ട് അഫയേഴ്സിന് വരും, ബാക്കി 27 മാർക്ക് GK ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്? അപ്പൊ ഇതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും സ്പെഷ്യൽ ടോപ്പിക്കുന്ന ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യരുത്. അതുകൊണ്ട് എനിക്ക് അത് ഇന്ന സാധനം പഠിക്കണം ഒരിക്കലും ഞാൻ പറയത്തില്ല. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാം, ആകപ്പാടെ എണ്ണി പറക്കിയെടുത്താൽ ഒരു 10-15 സാധനങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ എല്ലാ ഭാഗത്തുനിന്നും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, ഒന്നും അതിനകത്ത് സ്കിപ്പ് ആക്കാനില്ല. അതേപോലെ തന്നെ മാത്സ് ഒന്നും സ്കിപ്പ് ആക്കാനില്ല, മലയാളം ഒന്നും സ്കിപ്പ് ആക്കാനില്ല, അതേപോലെ ഇംഗ്ലീഷ് ഒന്നും സ്കിപ്പ് ആക്കാനില്ല, IT ഒന്നും സ്കിപ്പ് ആക്കാനില്ല. പക്ഷേ GK കടല് പോലെ കിടപ്പുണ്ട്. നിങ്ങൾ KDRBയുടെ LDയുടെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതായത് GK ഒരുപാട് ഇങ്ങനെ മൊഡ്യൂൾസ് അതിനകത്ത് കിടപ്പുണ്ട്. അത് മൊത്തം ആദ്യം വെറുതെ പഠിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും കളയരുത്. ഈ ടോപ്പിക്കുകൾ ഒന്ന് ഫസ്റ്റ് പഠിച്ച് തുടങ്ങിക്കോ. ബാക്കി ഒരു സാധനവും സ്കിപ്പ് ആക്കരുത്. സ്പെഷ്യൽ ടോപ്പിക് IT, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സ്കിപ്പ് ആക്കരുത്. പക്ഷേ സ്കിപ്പ് ആക്കാനുള്ളത് ഏതാണ്? GKയിലെ കുറച്ച് ആവശ്യമില്ലാത്ത ടോപ്പിക്കുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതെല്ലാമാണ്. ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് എടുക്കണം. അപ്പൊ കറണ്ട് അഫയേഴ്സ് 13 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നേക്കുന്നത്. അതായത് 7th പാസ് ക്വാളിഫിക്കേഷൻ പരീക്ഷയായാലും അത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ നോക്കിയാൽ, ഒന്ന് കേരള മന്ത്രിസഭ. നിലവിലെ കേന്ദ്ര മന്ത്രിസഭ ആരൊക്കെയാണ്, ഓരോ പദവികൾ വഹിക്കുന്നത്, ഓരോ മന്ത്രി ആരാണ്, ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്, അത് മസ്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത് കേരള രാഷ്ട്രീയം ആഫ്റ്റർ 1947. 1947 ശേഷം കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിച്ചു, പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണ്, കുഞ്ഞു ടോപ്പിക്കാണ്, ഓടിച്ച് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദയം പേരൂർ സുനഹ ദിവസം മുതൽ അങ്ങോട്ട് പിന്നീട് മയ്യഴി പ്രക്ഷോഭം വരെയുള്ള കേരളത്തിലെ നടന്ന പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, ആരാണ് നേതൃത്വം കൊടുത്തത്, പ്രധാനപ്പെട്ട വർഷം ഏതാണ്, എവിടെയാണ് നടന്നത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പഠിച്ചു വെച്ചേക്കാം. അത് കഴിഞ്ഞ് കേരള നവോത്ഥാന നായകന്മാർ. സോ കേരളത്തിലെ നവോത്ഥാന നായകര് ഞാൻ ഒരിക്കലും ആദ്യമേ പഠിക്കാൻ പറയത്തില്ല. കാര്യം എത്ര പഠിച്ചാലും ഈ നവോത്ഥാന നായകരെ മറന്നുപോകും, അവരുടെ ബുക്സ് മറന്നുപോകും, അവരുടെ വർഷങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതാവുമ്പം നമുക്ക് അവസാനം പഠിക്കുന്നതുകൊണ്ട് തന്നെ പിന്നീട് കുറച്ച് റിവിഷൻ കൊടുത്തോണ്ടിരുന്നാൽ മതി. അതായത് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഓരോ ആഴ്ചയിലും റിവിഷൻ കൊടുത്തോണ്ടിരിക്കും, നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. സോ ഇത് നിങ്ങൾ ലാസ്റ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചോ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ശാസനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസനങ്ങൾ വാഴപ്പള്ളി ശാസനം, തരിസാപ്പള്ളി ശാസനം, ജൂത ശാസനം, അങ്ങനെയൊക്കെ കുറച്ച് ശാസനങ്ങളുണ്ടല്ലോ. അശോകന്റെ ശിലാശാസനങ്ങൾ, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. then അത് കഴിഞ്ഞ് തിരുവിതാംകൂർ രാജവംശം, ട്രാവൻകൂർ ഡൈനാസ്റ്റി, വലിയൊരു ടോപ്പിക്കാണ്, ഇച്ചിരി സമയം എടുക്കും, പക്ഷേ മസ്റ്റ് ആയിട്ടും പഠിച്ചേ പറ്റത്തുള്ളൂ. അടുത്ത അതേപോലെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ പഠിക്കാം. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് നോക്കി വെച്ചേക്കുക. 1947 ശേഷം രാജ്യത്ത് നടന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആവശ്യമുള്ളത് മാത്രം വെച്ചുകൊണ്ട് ഒരു ലെക്ചർ നോട്ട് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പഠിക്കാം. then അത് കഴിഞ്ഞ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ, അതിന്റെ എല്ലാം പഠിക്കേണ്ട, ആവശ്യമുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ മാത്രം പഠിച്ചാൽ മതി നൃത്തരൂപങ്ങൾ. അതേപോലെ തന്നെ മലയാള സിനിമ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നൊരു മേഖലയാണ് മലയാള സിനിമ, ഒരിക്കലും അത് സ്കിപ്പ് ആക്കരുത്. അത് കഴിഞ്ഞ് 11ാമത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ.
ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ, ലോക്പാൽ, ലോകായുക്ത, അതൊക്കെ മസ്റ്റായിട്ട് ഒന്ന് പഠിക്കാം. ദെൻ ഭാഷാ പോഷണത്തിനായിട്ടുള്ള സംസ്ഥാന സ്ഥാപനങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതൊക്കെ കൊച്ചു കൊച്ചു ടോപ്പിക്കുകളാണ്, നിങ്ങൾക്ക് ഓടിച്ച് പഠിച്ച് തീർക്കാൻ പറ്റും. അതേപോലെ പ്രാചീന കേരളത്തിലെ തിണകൾ, പ്രധാനപ്പെട്ട ബുക്കുകൾ, മലയാളം ആദ്യമായി അച്ചടിച്ച ബുക്ക്, അതേപോലെ തന്നെ അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ബുക്ക്, ചരിത്രഗ്രന്ഥം, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകളുണ്ടല്ലോ, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ജ്ഞാനപീഠം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആർക്കൊക്കെയാണ് കിട്ടിയത്, ഏതൊക്കെ വർഷമാണ് കിട്ടിയത്, അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ കേരളത്തിലെ ആസ്ഥാനങ്ങളുണ്ടല്ലോ, അതായത് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം, ദെൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ആസ്ഥാനങ്ങളുണ്ടല്ലോ, അതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. ഒരു 10-40 പഠിച്ചാൽ മതി, മനസ്സിനകത്ത് നിൽക്കും. അത് കഴിഞ്ഞ പ്രധാനപ്പെട്ട നോവലുകൾ, ഈ നോവലുകൾ ആരൊക്കെയാണ് എഴുതിയത്, പ്രധാന നോവലുകൾ എഴുത്തുകാർ. ഓക്കെ, അത് കഴിഞ്ഞ ആത്മകഥകൾ, ഓരോ പ്രധാനപ്പെട്ട രചയിതാക്കളുടെ പ്രധാനപ്പെട്ട ആത്മകഥകൾ ഏതൊക്കെയാണ് പഠിക്കുക. അത് കഴിഞ്ഞ് കേരള സർക്കാർ പദ്ധതികൾ, ഒരു കാരണവശാലും സ്കിപ്പാക്കരുത്. കേരള സർക്കാർ പദ്ധതികൾ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. കാര്യം അതിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരള സർക്കാർ പദ്ധതികൾ ഓക്കെ, ഒരിക്കലും സ്കിപ്പാക്കരുത്, എല്ലാം പഠിക്കണം. ദെൻ വിവരാവകാശ നിയമം പഠിക്കുക, പഞ്ചവത്സര പദ്ധതികളൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. അടുത്ത നീതി ആയോഗ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ISROയുടെ റീസെന്റ് ആയിട്ടുള്ള ലോഞ്ചസ്, ISROയുടെ ഹിസ്റ്ററി, അത് ഒന്ന് പഠിക്കുക. അത് കഴിഞ്ഞ സ്കൂൾ കലോത്സവങ്ങൾ, ശാസ്ത്രമേള, സ്പോർട്സ്. ഓക്കെ, സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ ആരാണ് നേടിയത്, അതിന്റെ വേദി എവിടെയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, മസ്റ്റ് ആയിട്ടും പഠിക്കുക. അതേപോലെ സ്കൂൾ ശാസ്ത്രമേള, ദെൻ സ്കൂൾ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവന്റ്സ് ഒന്ന് നോക്കി വെച്ചേക്കുക. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നൊബേൽ പ്രൈസ് നോക്കുക, ഓസ്കാർ അവാർഡ്സ് നോക്കുക, ഏഷ്യൻ ഗെയിംസ് ഒന്ന് പഠിക്കുക. കറണ്ട് അഫയേഴ്സിൽ വരുന്ന 3 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ദെൻ 2024-ലും 2025-ലും ഇന്ത്യൻ തീരങ്ങളിൽ അനുഭവപ്പെട്ട ചക്രവാതങ്ങൾ, അറേബ്യൻ സീയിലും ബേ ഓഫ് ബംഗാളിലും ഈ സമയത്ത് ഫോം ചെയ്ത സൈക്ലോൺസ് ഒന്ന് പഠിക്കുക. അത് കഴിഞ്ഞ ഓരോന്നിന്റെയും ബ്രാൻഡ് അംബാസഡർ ആരാണ്, ഓരോ സർക്കാർ പദ്ധതിയുടെയും ബ്രാൻഡ് അംബാസഡർ ആരാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അത് കഴിഞ്ഞ അവാർഡ്സും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കേരളത്തിലെ പ്രധാനപ്പെട്ട അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ലിറ്റററി അവാർഡ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഫിലിം അവാർഡ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അങ്ങനെയുള്ള അവാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആണെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്കുകൾ എന്താണ്, ഒന്ന് അപ്പോയിന്റ്മെന്റ്സ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പ്രധാന പദവികളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്, ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ സൈനിക അഭ്യാസങ്ങൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മിലിറ്ററി എക്സസൈസ് പഠിക്കുക. ദെൻ അതേപോലെ സെൻട്രൽ മിനിസ്ട്രി, സ്റ്റേറ്റ് മിനിസ്ട്രി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ലിറ്റററി അവാർഡ്സ് ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, അതൊക്കെ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ദെൻ അതേപോലെ തന്നെ ഓരോ ദിവസവും ആ ദിവസത്തിന്റെ തീംസ് എന്തൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓരോ ദിവസം നിങ്ങൾക്കറിയാം, ഇപ്പൊ മാർച്ച് 8-ന്റെ പ്രാധാന്യം എന്താണ്, അതേപോലെ തന്നെ ജൂൺ 27-ന്റെ പ്രാധാന്യം എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഡേയ്സ് വരത്തില്ലേ, ആ ഡേയ്സിന്റെ തീംസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഓരോ പദവികളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത് മസ്റ്റായിട്ടും പഠിക്കുക. അതേപോലെ തന്നെ ഗെയിം ഇവന്റ്സ്, ഓരോ പ്രധാനപ്പെട്ട വേദികൾ, അതായത് ഒളിമ്പിക്സ് എവിടെ നടക്കുന്നു, ഏഷ്യൻ ഗെയിംസ് എവിടെ നടക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ ഗെയിം ഇവന്റ്സ് ഉണ്ടല്ലോ, ആ ഗെയിം ഇവന്റ്സ് അതിന്റെ പ്രധാനപ്പെട്ട വേദികൾ ഏതൊക്കെയാണ് പഠിക്കുക. ദെൻ കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി, ഓക്കെ, മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഒരു 10-40 എണ്ണി പറഞ്ഞങ്ങ് പഠിച്ചാൽ മതി. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് വൈഫൈ, കേരളത്തിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, സമ്പൂർണ്ണ സാക്ഷരത, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. കേരളത്തിലും ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ സിറ്റി, ഇന്ത്യയിൽ ആദ്യത്തെ എക്കോ ടൗൺ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, മസ്റ്റ് ആയിട്ടും പഠിക്കാം. ദെൻ ഇന്ത്യയുടെ കാലാവസ്ഥ, കേരളത്തിന്റെ കാലാവസ്ഥ, രണ്ടും കൂടെ ഒറ്റ ടോപ്പിക്കാണ്. കാര്യം ജോഗ്രഫി പഠിക്കുന്ന നിങ്ങൾക്കറിയാം, രണ്ടിനും പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥയില്ല, രണ്ടിനും ഒരേ ടോപ്പിക്ക്, ഒരേ പോയിന്റ്സ് ആണ് വരുന്നത്. ജസ്റ്റ് മഴയുടെ വിതരണത്തിൽ മാത്രമേ ഒരു വ്യത്യാസം വരത്തുള്ളൂ, ബാക്കി ഫോർമേഷൻ എല്ലാം സെയിം ആണ്. സോ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ക്ലൈമറ്റ് ഓഫ് കേരള പഠിക്കുക. ദെൻ അതേപോലെ തന്നെ ക്ലാസിക്കൽ ലാംഗ്വേജസ്, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മൊത്തം ക്ലാസിക്കൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ്, ഏത് വർഷമാണ് അതിന് ക്ലാസിക്കൽ പദവി കിട്ടിയത് നോക്കുക. ദെൻ അതേപോലെ കേരളത്തിലെ നദികൾ, ഓടിച്ചൊന്ന് വായിച്ചാൽ മതി, കേരളത്തിലെ നദികൾ. അത് കഴിഞ്ഞാൽ കേരള ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് കേരള ഫോറസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കേരള വനങ്ങൾ, ദെൻ ഇന്ത്യയിലെ വനങ്ങൾ, ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്. അത് കഴിഞ്ഞ ബയോളജിയിലേക്ക് പോകുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ? KDRBയുടെ കേസ് പറയുകയാണെങ്കിൽ ഇതുവരെ ഒഫീഷ്യലായിട്ടൊരു സിലബസ് വന്നിട്ടില്ല. സോ സിലബസിനകത്ത് സയൻസും കൂടെ വേണമെങ്കിൽ വരാം. ഓക്കെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരാൻ സാധ്യത കുറവാണ്, കാരണം ക്വാളിഫിക്കേഷൻ +2 ആണ്. പക്ഷേ കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുക്കുകയാണെങ്കിലോ കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് എടുക്കുകയാണെങ്കിലോ അവിടെ ക്വാളിഫിക്കേഷൻ SSLC ആണ് വരുന്നത്. സോ SSLC ക്വാളിഫിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ സയൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രയും ടോപ്പിക് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കാര്യം ഇത് വരാതിരിക്കാം, പക്ഷെ
ചിലപ്പോൾ നമുക്ക് സിലബസ് വന്നാൽ ഒരു മാസം മാത്രമേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് എക്സാം വരുന്നത്. അതായത് എക്സാം ഡേറ്റ് വരുന്നു, അതിന്റെ കൂട്ടത്തിലാണ് സിലബസ് വരുന്നത്. സോ പെട്ടെന്ന് സയൻസും കൂടെ കയറി വരികയാണെങ്കിൽ പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ടോപ്പിക്കുകളൊന്ന് പഠിക്കണം കേട്ടോ. രോഗങ്ങൾ, രോഗകാരികൾ, പിന്നെ അതേപോലെ pH, അതേപോലെ ലോഹങ്ങൾ, ഖരം, ദ്രാവകം, വാതകം. അടുത്ത വൈറ്റമിൻസ് പഠിച്ചു വെച്ചേക്കാം. ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട്, അതിന് കാരണമായ വാതകങ്ങൾ ഏതൊക്കെയാണ്. അത് കഴിഞ്ഞ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ നിർമ്മാണ സഭ, എങ്ങനെ ഭരണഘടന രൂപം കൊണ്ടു, ആരിൽ നിന്നൊക്കെയാണ് കടം മേടിച്ചത്, ആ കടം മേടിച്ചത് എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പ്രധാനപ്പെട്ട ഭേദഗതികളും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പ്രധാനപ്പെട്ട ഭേദഗതികൾ, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്, അതിനകത്ത് ഏറ്റവും അവസാനം വന്ന ഭേദഗതികൾ 101 ശേഷമുള്ള 106 വരെയുള്ള ഭേദഗതികൾ മസ്റ്റായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്ത മൗലിക കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ പഠിക്കുക. അതേപോലെ IT-ലേക്ക് വരുമ്പോൾ ഫൗണ്ടേഴ്സ് ആൻഡ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ, ഫാദർ ഓഫ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സാധനമില്ലേ, ആ സാധനം മസ്റ്റായിട്ട് പഠിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിനങ്ങൾ, ഇന്റർനെറ്റ് ഡേ, കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ, അങ്ങനെയൊക്കെ പറഞ്ഞു പഠിക്കത്തില്ലേ, അതൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒന്ന് പഠിക്കുക. നെറ്റ്വർക്കിംഗ് ഒന്ന് നോക്കുക. ദെൻ IT ആൻഡ് സൈബർ ലോ ഒന്ന് പഠിക്കുക. IT ആൻഡ് സൈബർ ലോ, ഇത്രയാണ് IT-ക്കകത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓർത്തിരിക്കണം, IT 10 മാർക്കാണ്. 1, 2, 3 മാർക്കൊന്നുമല്ല. IT എത്ര മാർക്കാണ്? 10 മാർക്കാണ് IT വരുന്നത്. അതുപോലെ ഇന്ത്യ, കേരളം, അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല, ഏറ്റവും ചെറിയ ജില്ല, കേരളത്തിലെ എത്ര ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്, ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേരള ബേസിക് ഫാക്ട് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, ഒന്ന് പഠിക്കുക. അതേപോലെ ഓരോ ഓർഗനൈസേഷനും, പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, അതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആസ്ഥാനങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു. ധനതകളിലെ ഓരോ ഗെയിംസിനും എത്ര മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ ക്രിക്കറ്റിൽ എത്ര കളിക്കാരുണ്ട്? 11, ചെസ് 1, ബീച്ച് വോളിബോൾ 2, പോളോ 4, ബാസ്കറ്റ് ബോൾ 5, ഫുട്സാൽ 5, കബഡി 6, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ, ആ സാധനം. അതേപോലെ തന്നെ സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ എവിടെ നടന്നു, പിന്നെ നാഷണൽ ഗെയിംസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓരോ രാജ്യത്തിന്റെ ദേശീയ വിനോദങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ യൂറോപ്യന്മാരുടെ ആഗമനം. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു സയൻസും കൂടെ കുറച്ചാൽ 54 ടോപ്പിക്ക് വരത്തില്ല. സയൻസും കൂടെ കുറച്ചാൽ 45, 46 ടോപ്പിക്കേ വരത്തുള്ളൂ. അപ്പൊ ഈ 50 ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചാലും ഇത് മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പ്ലസ് എന്തൊക്കെ വരത്തുള്ളൂ, ഇംഗ്ലീഷ്, മലയാളം, മാത്സും കൂടെ വരത്തുള്ളൂ, പിന്നെ സ്പെഷ്യൽ ടോപ്പിക് കൂടെ വരത്തുള്ളൂ. അത് നിങ്ങൾ മസ്റ്റായിട്ട് ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് പഠിക്കണം. അതിന്റെ കൂടെ ഇതും കൂടെ ഓരോ ടോപ്പിക്കും പഠിച്ച് 5 ടോപ്പിക്കൾക്ക് റിവിഷനും കൊടുത്ത് ഒരു ടെസ്റ്റും കൂടെ എടുത്താൽ 2026 ഫസ്റ്റ് കോളേജ് 2026 പകുതിക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. നമ്മൾ LD-യുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നേക്കുന്ന ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്തവരുടെ ഭാഗ്യമാണ്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ചാൻസ് ആണിത്. കാര്യം ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുക്കുകയാണെങ്കിൽ LD 158 വേക്കൻസി ഉണ്ട്, 15,000 ആപ്ലിക്കൻസ് ഉണ്ട്. അതായത് 15,000 / 150, സാധ്യത വളരെ കൂടുതലാണ്. അപ്ലൈ ചെയ്യുന്ന 100-ൽ ഒരാൾക്ക് ജോലി, അല്ലെങ്കിൽ 90-ൽ ഒരാൾക്ക് ജോലി, ഇതൊക്കെയാണ് സാധ്യത വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 90 പേരുടെ കൂടെ മത്സരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലേ? ഉറപ്പായിട്ടും പറ്റും. ഇപ്പൊ തന്നെ 158 വേക്കൻസി ഉണ്ട്. 2 വർഷം കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടും. ഒരു LD-ക്ക് എത്ര സാലറി കിട്ടുന്നു അത്രയും സാലറി ഉണ്ട്. ഒരുപാട് അലവൻസ് ഉണ്ട്. HR കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ DA കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പ്രൊമോഷൻ പെട്ടെന്ന് തന്നെ കിട്ടും. അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ളൊരു പരീക്ഷയാണ്. അത് പ്യൂണായിക്കൊള്ളട്ടെ, കഴകമായിക്കൊള്ളട്ടെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് LD ആയിക്കോട്ടെ. ഇപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡ് LD ഒരു വേക്കൻസി ആണെങ്കിൽ വേക്കൻസി കൂടും. കൂടൽമാണിക്യം നോക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾ കുറവാണ്. സോ വേക്കൻസി കൂടുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല, ഡൗട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ അപ്ലൈ ചെയ്തേക്കുന്ന ഈ അവസരം ഇത് മിസ്സാക്കരുത്. ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ, ഇന്ന് മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്തോ. ലൈഫ് മൊത്തം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 5-ാം തീയതി ഡിസംബർ 5, അതായത് നാളെ നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. വരാൻ പോകുന്ന ദേവസ്വം പരീക്ഷകൾക്ക് വേണ്ടി സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ ക്രാഷ് ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസംബർ 5-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ പോയിട്ട് അഹം എന്ന ബാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഒരു 1990 ആ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല നോട്ട്സ് കിട്ടും. ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF കിട്ടും. ഓരോ ആഴ്ചയിലും കൃത്യമായിട്ടൊരു മോട്ടിവേഷൻ സെഷൻ കാണും. തീയായിട്ടുള്ളൊരു മോട്ടിവേഷൻ സെഷൻ കാണും. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പഠിത്തത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ കൂടെ കൂടി പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സെഷൻസ് കാണും. പിന്നെ നിങ്ങളുടെ വിജയത്തിനായിട്ട് എന്തൊക്കെ പോസിബിൾ ആണോ അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ മുതൽ നമുക്കൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാം. കൂടെ കൂടിക്കോ. 2026 പകുതിയാവുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഓക്കെ ആവും.
ഓക്കെ, അപ്പോൾ നാളെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.